ഹലോ, ഹൗ ഡു യു ഡു? ഐ തിങ്ക് ഫൈൻ. സോറി, കറണ്ടില്ല, അതുകൊണ്ടാണ് പുറത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും, ക്ഷമിക്കുക. ആരംഭിക്കലാങ്ങളാ. ആദ്യം തന്നെ സിനിമയുടെ നട്ടല് ജസ്പ്രീത് സിംഗ് രംഗി അല്ലെങ്കിൽ ഹംസ അലി മസാരി അങ്ങനെ പറയാൻ കാരണം ഇതിൽ നമുക്ക് രൺവീർ സിംഗിനെ കാണാൻ പറ്റില്ല. രൺവീർ സിംഗിൻ്റെ മറ്റേ പുറത്തുള്ള വീഡിയോ മറ്റേ പരിപാടികളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും പുള്ളി എത്രത്തോളം എക്സ്ട്രോവേർട്ടാണ്, അല്ലെങ്കിൽ ഒരു ഭ്രാന്ത് പിടിച്ച മാതിരിയുള്ള ഒരു ബിഹേവിയറാണ് പുള്ളീൻ്റെ. അത്രയ്ക്കും എന്താ പറയുക, തമാശക്കാരൻ അങ്ങനത്തെ ഒരാളാണ്. പക്ഷേ ഈ സിനിമയിൽ ആ ഒരു പുള്ളി പുറത്ത് കാണിക്കുന്ന ഒരു ഭാവം ഒന്നും ഈ സിനിമയിൽ വരുന്നില്ല. നമുക്ക് ആ മൊത്തം കഥാപാത്രത്തിന് മാത്രമേ ഈ പടത്ത് കാണാൻ പറ്റൂ. അങ്ങനെയാണ് പുള്ളി ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് എന്താ പറയുക, ഫസ്റ്റ് ഹാഫിലെ തുടക്കത്തിൽ ഒരു കരയുന്ന സീനുണ്ട്, ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും. വല്ലാത്തൊരു അഭിനയമായിരുന്നു. പല സ്ഥലത്തും പെട്ടെന്ന് ഇമോഷൻസ് മാറ്റുന്ന പല സംഭവങ്ങളും രൺവീർ സിംഗിന് ചെയ്യാണ്ട് പുള്ളി വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളി ഈ അടുത്ത പോലെ പുള്ളിക്ക് നാഷണൽ അവാർഡ് കിട്ടിയില്ലെങ്കിൽ ഞാൻ നാഷണൽ അവാർഡ് ഞാൻ നോക്കുന്ന നിർത്തും. കിട്ടുമായിരിക്കും, പടം ഇതായതുകൊണ്ട്. ബട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് അജയ് ഡോവൽ, അദ്ദേഹമായിട്ട് അജയ് സന്യാൽ എന്നാട്ടോ സിനിമയിലെ പേര്, അദ്ദേഹമായിട്ട് അഭിനയിച്ച മാധവൻ. എന്താ ഒരു മാസ് ഡയലോഗ് അല്ലെങ്കിൽ മാസ് ബീജം അങ്ങനത്തെ ഒരു ഇതില്ല. പക്ഷേ വരുന്ന എല്ലാ സ്ഥലത്തും പുള്ളിയാണ് മെയിൻ. അങ്ങനത്തെ ഒരു ഇത് ഒരു അടിപൊളിയായിട്ടാണ് നമുക്ക് ഈ സിനിമയിൽ ഒരു പ്രത്യേകത വെച്ചാൽ ഈ സിനിമയിൽ എവിടെ അത് അഭിനയിക്കുന്ന അഭിനേതാക്കളെ നമുക്ക് കാണാൻ പറ്റില്ല, ആ ക്യാരക്ടറിനെ കാണാൻ പറ്റൂ. മാധവൻ ലുക്ക് വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും പുള്ളീൻ്റെ ഓരോ വാക്കിനും പടത്തിലും അത്രയ്ക്കും പ്രാധാന്യമുണ്ട്. പുള്ളിയാണ് ഒരു റെസ്പോർട്ടിങ് ഒരു സീനുണ്ട് ലാസ്റ്റിലേക്ക്, റെസ്പോർട്ടിങ് പാട്ട് വരുന്നത്, അത് വേറെ തന്നെയായിരുന്നു. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സീനാണ്. ആ പാട്ട് വരുന്ന അറിയെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സീനായിരുന്നു. അത് വേറെ തന്നെയായിരുന്നു. മാധവൻ ഒന്നും പറയാനില്ല, അത്രയ്ക്കും നല്ല രീതിക്ക് അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ചെയ്തത്. പുള്ളിനെ പിന്നെ നമ്മൾ അധികം പറയേണ്ട ആവശ്യമില്ല. പണ്ട് തൊട്ടേ എന്താ പറയുക, പല രൂപത്തിലും ഭാവത്തിലും അഭിനയിച്ചു വരുന്നൊരു അഭിനേതാവാണ് മാധവൻ. കിട്ടില്ല. ആതിഫ് അസ്ലാം SP, സഞ്ജയ് ദത്ത് അടിപൊളിയായിട്ട് പുള്ളി വരുന്ന ഓരോ സീനിലും പുള്ളിക്ക് ഒരു പ്രത്യേക ഒരു ഓറയുണ്ട്. പുള്ളി ഒരു ഗ്രേസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, പക്ഷെ പുള്ളി നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു സംഭവമുണ്ട്, പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞിട്ട് പിന്നെ ഒരു സംഭവമുണ്ട് ഈ സെക്കൻഡ് ഹാഫിൽ, അത് നിങ്ങൾക്ക് പടം കണ്ടാൽ മനസ്സിലാവും. അവിടെ വൺ ഓളായിരുന്നു തിയേറ്ററിൽ ആ സീൻ വന്നപ്പോൾ. അത് അടിപൊളിയായിരുന്നു. പുള്ളീൻ്റെ ഒരു സംഭവമാണ്, ഒരു ഓവർ സ്മാർട്ടായിട്ടുള്ളൊരു സംഭവമാണ്. അത് പടം കണ്ടാൽ മനസ്സിലാവും. പിന്നെ മേജർ ഇക്ബാൽ, അർജുൻ റാംപാൽ, കരീന കപൂർ, ജോക്സപ്പാട്ട് നല്ല രീതിക്കാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഭയങ്കര അതായത് നാട്ടുകാർക്കും വിലയില്ല, വീട്ടുകാർക്കും വിലയില്ല, എന്നാലും അദ്ദേഹം തളരില്ല. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് പുള്ളീൻ്റെ. ഫസ്റ്റ് പാർട്ട് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവില്ല. സെക്കൻഡ് പാർട്ടിൽ പുള്ളി ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, പക്ഷെ നല്ല രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറാണ് പുള്ളി. അടിപൊളിയായിട്ട് പുള്ളീൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ല, ഒരു പീക്ക് ഈവിൽനെസ് കാണിക്കുന്ന ഒരു സീനുണ്ട്. അവിടെ പുള്ളീൻ്റെ ആ ഒരു ക്രോധവും അതൊക്കെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല പെർഫോമൻസ്. സാറാ അർജുൻ, നമ്മൾ ആൻമരിയ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. എലീന എന്ന ക്യാരക്ടർ ഈ സിനിമയിലെ ഏറ്റവും ഇമോഷണൽ വൈസ് നല്ല ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറാണ്. അതുപോലെ സിനിമേൻ്റെ പല ടേണിംഗ് പോയിന്റിലും ഭയങ്കര ഇതുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. ഇതിൽ ഒരു സീനുണ്ട്, എലീന ഹംസേനെ വിളിച്ചിട്ട് ഒരു സംഭവമുണ്ട് ലാസ്റ്റിലേക്ക്. അത് അവിടെ നമ്മളെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ശശ്വത് സച്ദേവ് പുള്ളി ഒരു പാട്ടം കേട്ടിട്ടുണ്ട്, അർജിത് സിംഗ് പാടിയ മേ നെഹി രഹ എന്നാണ് ആ പാട്ടിൻ്റെ പേര്. എല്ലാവരും കേട്ടോ. അതിലൊരു ഫ്ലൂട്ട് പോർഷൻ ഉണ്ട്. ഓൾറെഡി രൺവീർ സിംഗിൻ്റെയും സാറാ അർജുൻ്റെയും പെർഫോമൻസ് കാരണം ആ കഥയിൽ ആ ഇമ്പോർട്ടൻസ് ആകണമൊക്കെ നമ്മൾ കണ്ണിൽ ഇങ്ങനെ വെള്ളം വരുന്നവരിക്കും. അപ്പോൾ ഉണ്ട് മൂപ്പര് അർജിത് സിംഗിൻ്റെ പാട്ടും വോയിസും അതിൻ്റെ കൂടെ ഈ ഫ്ലൂട്ടും കൂടി ഇട്ടിട്ട് ഒരു സിമ്പിൾ ഒരു സീരിയലുള്ള സാധനം നമ്മൾ അമ്മാതിരി ആ സിനിമയായിട്ട് ആ സീനായിട്ട് നമ്മൾ മുഴുകിപ്പോവും. ആ
സീൻ എന്താ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സീനാക്കി മാറ്റിയത് ഈ ഒരു ഫാക്ടർ തന്നെയാണ്. ഈ ശശ്വത് സച്ദേവ് പുള്ളി എല്ലാ സീനിലും പുള്ളി എല്ലാ സീനിലും അടിപൊളിയായിട്ടാണ് മ്യൂസിക് ചെയ്ത് വെച്ചിട്ടുള്ളത്. വണ്ണിൻ്റെ പാട്ടുകൾമാർ ആ ഒരു ലെവൽ പാട്ടുകളല്ലെങ്കിലും ഇത് വേറെ തന്നെ ആയിരുന്നു. ഈ സിനിമേൻ്റെ ഫസ്റ്റ് ഹാഫിൽ തുടക്കത്തിൽ ആരി സോങ് വരുന്ന ഭാഗമുണ്ട്. അവിടെ എല്ലാവരും ഭ്രാന്ത് പിടിച്ചായിരുന്നു. ഫൈറ്റും ആക്ടിങ്ങും പാട്ടും ഭ്രാന്ത് പിടിച്ചങ്ങനെ പട വേറെ തന്നെ ആയിരുന്നു. അത് വേറെ തന്നെ. ഇത് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടില്ല പിന്നെ നിങ്ങൾ തിയേറ്ററിൽ പോകണ്ടെന്ന് ഞാൻ പറയും. അത്രയും അത് ഞാൻ ആ ഒരു ഇതിൽ പറഞ്ഞ കേട്ടോ, ഒരു എക്സൈറ്റ്മെൻറ്റിൽ പറഞ്ഞ കേട്ടോ, അങ്ങനെയല്ല. പക്ഷെ അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. പിന്നെ നിങ്ങൾ പറ്റുന്നത് നല്ല തിയേറ്ററിൽ പോയി കാണാൻ നോക്കുക. ഞാൻ പോയത് നല്ല തിയേറ്ററിൻ്റെ കുഴപ്പമില്ല. എന്താ അടിപൊളി പടം. ഒന്നും പറയാനില്ല. എനിക്ക് പറയാനില്ല എന്ന് പറയുന്നത് എക്സൈറ്റ്മെൻ്റ് ആണ്, പറയാനില്ലാത്തതുകൊണ്ടല്ല. പിന്നെ ഈ സിനിമേൻ്റെ പേസിങ്, ഈ സിനിമയ്ക്ക് എത്ര മണിക്കൂറെന്നാണ് എല്ലാവരും പറയുന്നത്? 3 മണിക്കൂർ 49 മിനിറ്റ്. ഏത് 3 മണിക്കൂർ 49 മിനിറ്റ്? കണ്ടിട്ട് 2.5 മണിക്കൂർ പോലും ഫീൽ ചെയ്യാത്ത രീതിയിൽ അത്രയും നല്ല രീതിക്കാണ് ഇത് ചെയ്ത് വെച്ചുള്ള. അല്ലെങ്കിൽ അത്രയും രീതിയിലാണ് നമ്മൾ ഈ സിനിമയിൽ അത്ര ഇൻവെസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇത് തീരല്ലേ എന്നൊരു പോയിന്റിൽ നമ്മൾ ആഗ്രഹിച്ചു പോകും. അങ്ങനെയാണ് ഈ സിനിമ പോകുന്നത്. പക്ഷേ ഇതിൽ സ്ലോ മൊമെൻറ്റ്സ് ഉണ്ട്, സ്ലോ പേസിങ് ഉണ്ട്. പല സീനിലും ഇവർ പല അറ്റാക്കുകളെ കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ അവിടെ നമുക്കൊരു സ്ലോ രീതിയിലാണ് പടം പോകുന്നത്. പിന്നെ ഇതിൽ നമ്മളെ എന്താ പറയുക, ഹംസാരി മസാരി, ലഹാരീൻ്റെ ബാച്ച അല്ലെങ്കിൽ ഷേറി ബലോച്ച്, അങ്ങനെ പല പദവിയിലോട്ട് എത്തുന്നവരുള്ള സീൻസ് അതിങ്ങനെ മെല്ലെ പോകുന്നത്. പക്ഷേ അതൊക്കെ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് നമുക്കത് ലാഗ് അടിക്കൂല. സ്ലോ ആണെന്ന് തോന്നും, പക്ഷെ ലാഗ് അടിക്കൂല. അങ്ങനെയാണ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിലെ ഫ്രെയിംസ് ആണെങ്കിലും എല്ലാം ഓരോ ഫ്രെയിംസും ഭയങ്കര രസമാണ്. ഇതിൽ വയലൻസ് ആണെങ്കിൽ ഒന്നും പറയാനില്ല, വേറെ തന്നെ ഒരു വയലൻസ് ആയിരുന്നു. അത് ഫൈറ്റ് ആണെങ്കിലും ബ്ലാസ്റ്റ് സീൻസൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്ത് വെച്ചുള്ളത്. അതായത് ഒരു ശരിക്കും കാർ ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇതിൽ എന്തായാലും നല്ല രീതിക്ക് ഒറിജിനാലിറ്റി തോന്നുന്ന വരെയുള്ള ബ്ലാസ്റ്റ് സീൻസാണ് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നത്. കുറേ ബ്ലാസ്റ്റ് സീൻസ് ഉണ്ട്, പൊട്ടിത്തെറി സീൻസ് ഉണ്ട്, നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിനിമേനെ വേറിട്ട് നിർത്തുന്ന ഇതിലുള്ള മേക്കിങ്ങിൻ്റെ ആ ഒരു യുണീക്നെസ്. അതായത് ഇതിൽ ഇൻ്റർവെൽ സാധാരണ എങ്ങനെയാണ് ഭയങ്കര മാസ് മാഗം ഡയലോഗ് അടിക്കും, അങ്ങനത്തെ ഇൻ്റർവെല്ലായിരിക്കും. നമ്മൾ അധികം ഇങ്ങനത്തെ ബിഗ് ബഡ്ജറ്റ് സിനിമ, ഒരു ആക്ഷൻ ഇത്രയും ക്രൂഷ്, ഇങ്ങനത്തെ ഒരു ഡാർക്ക് അങ്ങനത്തെ ഒരു സിനിമ നമ്മൾ കാണാം. പക്ഷേ ഇതിലെ ഇൻ്റർവെൽ അങ്ങനെയല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പക്ഷെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇൻ്റർവെൽ. അധികം BGMോ ഭയങ്കര ഡയലോഗോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ ഡയലോഗ്, ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ഒരു മൊമെൻറ്റ്. അതാണ് ഇതിൻ്റെ ഇൻ്റർവെൽ. പെർഫെക്റ്റ് ഇൻ്റർവെല്ലായിരുന്നു. എന്തൊക്കെ അവിടെ ഇൻ്റർവെൽ വരുന്ന വിചാരിച്ചതല്ല, അത്രയ്ക്കും ഭയങ്കര രീതിയിലാണ് ഇതിൻ്റെ ഇൻ്റർവെൽ കൊണ്ട് നിർത്തിയിട്ടുള്ളത്, നല്ല രീതിക്ക്. പിന്നെ ഇതിൻ്റെ എൻഡിങ് ആണെങ്കിലും ഭയങ്കര ഒരു പീക്ക് മൊമെൻറ്റിൽ സിനിമ ഇനി അങ്ങനെയൊന്നുമല്ല. പിന്നെ അവർ കുറച്ച് സംഭവങ്ങൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ച് അങ്ങനെയാണ് ഈ സിനിമേൻ്റെ എൻഡിങ്. അതും വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെ യുണീക്കും ആയിട്ടുള്ളൊരു എൻഡിങ് ആണ് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഈ സിനിമയുടെ ഡയലോഗ്സ്, ഹോസ്ല ഇന്ധൻ ബഡ്ല, യേ ബിഗഡ്നെ കാ വക്ത് ഹേ, യേ നയാ ഹിന്ദുസ്ഥാൻ ഹേ, യേ ഘർ പർ ഘുസേഗാ ഭി മാരേഗാ ഭി. പക്ഷേ ഞാൻ കണ്ട മലയാളമാണ്. അവിടെ ഇതിൻ്റെ ഇങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരേണ്ട ആവശ്യമില്ലല്ലോ, കൊച്ചു TV ഡബ്ബിങ് അങ്ങനെ പറയേണ്ടി വരും. പക്ഷേ മോശം എന്നല്ല, നമ്മൾ കണ്ട് അഡ്ജസ്റ്റ് ആകുമ്പോൾ ഓക്കെയാണ്. സംഭവം ഡയലോഗൊന്നും വലിയ പ്രശ്നമല്ല. ആകെ പ്രശ്നമായിട്ട് തോന്നിയ വോയിസ് ആക്ടേഴ്സാണ്. ഇപ്പോൾ ഇതിൽ അർജുൻ റാംപാൽ, അത് നമ്മളെ ക്യാപ്റ്റൻ മേജർ ഇക്ബാൽ പറയുന്നത് ഇങ്ങനെയാണ്, എന്താണ് ഇങ്ങനെ ചെയ്തത്, അങ്ങനത്തെ ഡയലോഗാണ്, വോയിസാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ. പാട്ടൊക്കെ ഹിന്ദി തന്നെയാണ്. മലയാളം കാണണം എന്നുള്ളവർക്ക് കാണാം, അല്ലാത്തവർ ഹിന്ദി പ്രിഫർ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം അത്രേ ഉള്ളൂ. താങ്ക്സ്. നല്ലതായിട്ട് ഇനി മറ്റന്നാൾ പാപ്പനെ കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും. നാളെ ഞാൻ പാപ്പനെ കൊണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറന്നേ, സുഖമല്ലേ?